അധികാര കസേര തെറിച്ചു. കയ്യിലുണ്ടായിരുന്ന MLA പദവിയും പോയി. പക്ഷേ തോൽവിയും നാണക്കേടും ലേശം പോലും ബാധിക്കാതെ ഡെയിലി മാധ്യമ പ്രദർശനമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയായിരുന്ന കാലത്ത് ദിവസം കുറഞ്ഞത് 2 നേരമെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് വലിഞ്ഞു പൊങ്ങി നിന്നില്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ദഹിക്കാത്ത അവസ്ഥയിലായിരുന്നു ശിവൻകുട്ടി. എന്നാൽ ജനങ്ങൾ വോട്ടെണ്ണി പണി കൊടുത്തിട്ടും ഈ ബൈറ്റ് രോഗം മാത്രം ശിവൻകുട്ടിയെ വിട്ടുമാറിയിട്ടില്ല. പദവിയില്ലാത്ത നേതാവിന്റെ അനാവശ്യമായ ഈ ആവേശവും പബ്ലിസിറ്റി ഭ്രാന്തും സഹിക്കേണ്ടി വരുന്നത് തലസ്ഥാനത്തെ പാവം ടെലിവിഷൻ മാധ്യമ പ്രവർത്തകരാണ്. രാവിലെ 10 മണി തികയും മുൻപേ ശിവൻകുട്ടി എവിടെയെങ്കിലും വാർത്താ സമ്മേളനം സംഘടിപ്പിക്കും. ഒടുവിൽ വണ്ടിയും ക്യാമറയുമായി പത്രക്കാർ ഓടണം. AKG സെന്ററിന് മുന്നിലോ CITU ഓഫീസിലോ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലോ അതുമല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ ഒക്കെയായിരിക്കും കേഡർ നേതാവിന്റെ പ്രതികരണ കച്ചവടം. ശിവൻകുട്ടിയുടെ ഈ പബ്ലിസിറ്റി അടിയും മാധ്യമ പ്രതികരണ ശുഷ്കാന്തിയും കണ്ടാൽ ഭരണവും പദവിയും പോയത് മൂപ്പർ ഇതുവരെ അറിഞ്ഞിട്ടേയില്ല എന്ന് തോന്നിപ്പോകും. ഒടുവിൽ ശിവൻകുട്ടിയുടെ ഈ പ്രതികരണ പ്രളയവും അനാവശ്യ ബോറടിയും കണ്ട് അദ്ദേഹം വരുന്ന വഴി കണ്ടാൽ ക്യാമറയും മടക്കി മാധ്യമപ്രവർത്തകർ പ്രാണനും കൊണ്ടോടേണ്ട അവസ്ഥയാണ് തിരുവനന്തപുരത്ത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഗൗരവകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പറയാനോ ഒന്നുമല്ല. എങ്കിലും എങ്ങനെയെങ്കിലും രാവിലെ 10 മണിക്ക് മുൻപ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ന്യൂസ് ചാനലുകളുടെ ഹെഡ്ലൈനിൽ ഇടം പിടിക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ഏക ലക്ഷ്യം. കനപ്പെട്ട വിഷയങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തലസ്ഥാനത്തെ കാറ്റും മഴയും വെയിലും വരെ ശിവൻകുട്ടിയുടെ പത്രസമ്മേളന വിഷയങ്ങളായി മാറും. മന്ത്രിയായിരുന്ന കാലത്ത് സ്വന്തം മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ചരിത്രമുള്ള നേതാവാണ് ശിവൻകുട്ടി. അന്ന് മുന്നണിയിലെ ഘടക കക്ഷിയായ CPIയുടെ രൂക്ഷമായ എതിർപ്പിന് മുൻപിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വന്നതൊന്നും ഇന്ന് ഓർക്കുന്നേയില്ല. എന്നാൽ PM ശ്രീ വിഷയമെങ്ങാനും ആരെങ്കിലും ഉന്നയിച്ചാൽ പിന്നെ ചാകര കണ്ട കടപ്പുറം പോലെയാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. തന്റെ ഭരണകാലത്തെ വീഴ്ചകളെ ന്യായീകരിക്കാനും സ്വയം പുകഴ്ത്താനുമാണ് ഈ അവസരങ്ങളെല്ലാം ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇയാൾ നടത്തുന്ന ഈ ദിവസേനയുള്ള മാധ്യമ തമാശകൾ സ്വന്തം പാർട്ടിക്കും പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾക്കും വലിയ തലവേദനയായി മാറി. നിയന്ത്രിതമായി ക്യാമറകളും ജീവനക്കാരുമായി ഓടുന്ന പാർട്ടി ചാനലുകാരെ പോലും ശിവൻകുട്ടിയുടെ ഈ ബൈറ്റ് മോഹം വല്ലാതെ വലയ്ക്കുന്നുണ്ട്. കാര്യമൊന്നുമില്ലാതെ എന്നും രാവിലെ വന്ന് എന്തെങ്കിലും പറയുന്ന ഇത്തരം നേതാക്കളെ നിലയ്ക്ക് നിർത്താൻ CPM നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നാണ് തലസ്ഥാനത്തെ ചാനൽ മാധ്യമ പ്രവർത്തകർക്കിടയിലെ പ്രധാന ആവശ്യം. അധികാര ഭ്രമം മാറി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ശിവൻകുട്ടിക്ക് സ്വന്തം പാർട്ടി തന്നെ ഒരു കോഴ്സ് എടുത്തു നൽകേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ.